നമസ്കാരം. മൂന്നാർ സംബന്ധിച്ച് വീണ്ടും CPI-CPIM തർക്കം തുടങ്ങിയിരിക്കുന്നു. മുമ്പ് VS അച്യുതാനന്ദൻ മൂന്നാറിലേക്ക് 3 പൂച്ചകളെ അയച്ചപ്പോ പന്നിൻ രവീന്ദ്രനും K ഇസ്മയിലും എത്തിയാണ് ഇവിടെ നിന്ന് അവരെ ഓടിച്ചത്. ഇപ്പോ അനധികൃത കയ്യേറ്റങ്ങളുടെ പേരിലാണ് CPM-ഉം CPI-യും തർക്കം തുടങ്ങിയിരിക്കുന്നത്. എന്താണ് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എന്റെ ചോര തിളക്കുന്നു എന്ന ഈ പരിപാടി ചർച്ച ചെയ്യുന്നത്. S രാജേന്ദ്രൻ MLA, ചന്ദ്രപാൽ ASF നേതാവ്, AK മണി KPCC വൈസ് പ്രസിഡന്റ്, സുരേഷ് കുമാർ മുൻ IAS ഉദ്യോഗസ്ഥൻ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ മൂന്നാറിൽ തത്സമയമുള്ളത്. ആദ്യം ശ്രീ S രാജേന്ദ്രൻ, ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ CPIM പ്രവർത്തകർ തടഞ്ഞത് എന്തിനാണ്? ഭൂസംരക്ഷണ സേനാംഗത്തെ കയ്യേറ്റക്കാർ മർദ്ദിച്ചത് എന്തിനാണ്? RDO കൂടിയായ സബ് കളക്ടറെ കയ്യേറ്റ ശ്രമം നടത്തിയത് എന്തിനാണ്? മൂന്നാറിൽ കയ്യേറ്റമില്ല എന്ന് ആദ്യം തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. കയ്യേറ്റമുണ്ട് എന്ന് പലപ്രയോഗത്തിൽ ഇവിടെ സാധാരണക്കാരുടെയും ഇവിടെ കുടിയേറ്റക്കാരിലും പ്രശ്നമുണ്ടാക്കാനും പുതിയതായി മാധ്യമ സൃഷ്ടിയായും പരിസ്ഥിതി പ്രവർത്തകരുടെയും ചില ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ള വസ്തുതയാണ് ഇവിടെ ഇപ്പോൾ പ്രശ്നമായി ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് കയ്യേറ്റം എന്നുള്ളത് ഇവിടെ ഇല്ല എന്നുള്ളത് എല്ലാ പത്രക്കാരും ദൃശ്യമാധ്യമങ്ങളും ഉൾക്കൊള്ളണം എന്നുള്ള അഭ്യർത്ഥന ആദ്യമുണ്ട്. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞതുപോലെ ദൗത്യസംഘം മറ്റുള്ള ആരും അവിടെ കയ്യേറ്റക്കാരെ ഒളിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരുവിധ എതിരുമില്ല. മാത്രമല്ല, LDF ഗവൺമെൻറ് വളരെ വ്യക്തമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 27-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുടിയേറ്റക്കാരെയും പരിസ്ഥിതിക്കാരെയും ഒരുപോലെ കാണുകയും അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുകയും അതേ അവസരത്തിൽ തന്നെ കയ്യേറ്റം എന്നുള്ള ഒരു വാക്ക് ഈ പ്രദേശം ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട്. S രാജേന്ദ്രൻ, സംസ്ഥാന സർക്കാർ തന്നെയാണ് പറയുന്നത് മൂന്നാറിൽ കയ്യേറ്റമുണ്ട് എന്ന്. അത് സബ് കളക്ടർ ഒഴിപ്പിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനും ഒരു ദൗത്യ സേനാംഗത്തെ മർദ്ദിക്കാനും CPM പ്രവർത്തകർ തയ്യാറായത്. ഇത് പച്ചയ്ക്കുള്ള ഒരു കള്ളവാണ്. കാരണം അവിടെ യാദൃശ്ചികമായി ചില വാഹനങ്ങളും മറ്റുമെല്ലാം പോയ സന്ദർഭത്തിൽ ഏത് പ്രദേശത്തും പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ചിലർ ഓടിക്കൂടാറുണ്ട്. അങ്ങനെ പൊതുപ്രവർത്തകരായിട്ടുള്ള എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു, അതിൽ ഇച്ചിരി കൂടുതൽ പാർട്ടിക്കാരുണ്ടായിരുന്നു എന്ന് വെക്കാം. അങ്ങനെ പോയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ നിലപാടോടുകൂടി തന്നെയാണ് യോജിച്ച് നിന്നത്. പക്ഷെ ദൗത്യ സംഘത്തിലുള്ള ചില ആള് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വായിൽ വിരലിട്ടുകൊണ്ടുള്ള കാഴ്ച, അത് വാക്കുകൊണ്ട് പറയാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ കാണിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിൽ ആരാണേലും അത് പൊറുക്കത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ നിലയിലാണ് അക്കാര്യം കണ്ടത്. മറ്റൊരു വിഷയം, ഒരു IAS ഓഫീസർ എന്ന് പറയുന്ന ആള് അവിടെ ഒളിപ്പിക്കേണ്ട സാഹചര്യത്തിൽ നേരിട്ട് പോകാൻ വെടിവെക്കേണ്ട സാഹചര്യമോ മറ്റോ ഒന്നുമില്ല. അങ്ങനെയാണ് ഒരു ഓഫീസർ പോകേണ്ടത്. ഇനി പോകുമ്പോൾ പോലീസിനെ വിളിച്ചുകൊണ്ട് പോകണം, അറിയിച്ചിട്ട് പോകണം, പോലീസിനോടൊപ്പം പോകണം. ഇത് സിനിമയിൽ പോലെ പ്രധാനപ്പെട്ട ഒരു വേഷം ധരിക്കുന്ന ആളെന്നുള്ള നിലയിലേക്ക് അവിടെ പോയി ആ സാഹചര്യം സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. മറ്റൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, ഒറ്റ കാര്യം കൂടി. മറ്റൊന്ന്, സബ് കളക്ടറെ തടഞ്ഞു എന്ന് പറയുന്നത് ഒരു പക്വതയില്ലാത്ത സംസ്കാര രീതിയാണ്. കാരണം എന്താണ്, അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഷെഡ് പോലും പൊളിപ്പിച്ചത് അവിടെ പൊതുപ്രവർത്തകരായിട്ടുള്ളവരാ. ഉദ്യോഗസ്ഥർ പൊളിപ്പിച്ചിട്ടില്ല, മറ്റാരും പൊളിപ്പിച്ച് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ കയ്യേറ്റം എന്ന് കാണിക്കുവാൻ ശ്രമിച്ചത് സബ് കളക്ടറുടെ തനിനിറം അല്ലെങ്കിൽ ഒരു മഹാപുരുഷനാണ് എന്ന് മറ്റുള്ളവരോട് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ നാടകമാണ്, സിനിമയാണ്, ഷൂട്ടിംഗ് ആണ്. പോലീസ് വരുന്നതിന് പകരം മീഡിയക്കാർ അവിടെ എങ്ങനെ എത്തി എന്നുള്ളത് പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാവും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്കളുടെ വിശ്വാസം എന്താണ്? സബ് കളക്ടർ അവിടെ എത്താൻ പാടില്ലായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. കയ്യേറ്റമേ ഇല്ല മൂന്നാറിൽ. ഇന്നലെ CPM-ന്റെ നേതൃത്വത്തിലുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ അവരെ തടഞ്ഞു. പക്ഷേ ഇപ്പോൾ ശ്രീ S രാജേന്ദ്രൻ MLA ചൂണ്ടിക്കാണിക്കുന്നത് അശ്ലീലാംഗ്യം കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തെ തല്ലിയത് എന്നാണ്. അതാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്? കയ്യേറ്റത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അല്ല, കയ്യേറ്റം ഉണ്ടോ ഇല്ലയോ?
കയ്യേറ്റം ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് ഒളിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് എവിടെയോ 1-2 കയ്യേറ്റങ്ങളുണ്ട്, അത് ഒളിപ്പിച്ചത് കൊണ്ട് മൂന്നാറിലെ മുഴുവൻ കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. അതിലേക്ക് നമ്മൾ പറയുന്നത് ശരിയല്ല. ഇത് തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇങ്ങനെ പാവപ്പെട്ടവൻ ഭൂമിയില്ലാത്തവനെ ഒളിപ്പിക്കുക, അതൊക്കെ നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. വലിയ കയ്യേറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഉറപ്പായിട്ടും ഉണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വലിയ കയ്യേറ്റവും നിങ്ങൾ കുടിയേറ്റക്കാരന് ഒന്നിച്ച് കാണരുത്. അതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്കുള്ളത്. അതിന്റെ പേര് കുടിയേറ്റക്കാരെ ആരും ഒന്നിച്ച് കാണുന്നില്ല, കുടിയേറ്റക്കാരെ വിട്ടു. കുടിയേറ്റത്തിന്റെ പേരില് ഭൂമി പിടിച്ച് കച്ചവടം ചെയ്യുന്നവനെ അനുവദിക്കാൻ പാടില്ല. അതും തെറ്റാ. ഇതിനോട് കൂട്ടിനിക്കാൻ നമ്മളില്ല. പക്ഷെ കുടിയേറ്റക്കാരനെ കുടിയേറ്റക്കാരനായി കാണുകയും അവന് കിടപ്പിടമില്ല, പാവപ്പെട്ടവനാണ്, ദാരിദ്ര്യനാണ്, ദുർബല വിഭാഗത്തിൽപ്പെട്ടവനാണ്, അവനെ ഈ ഗവൺമെന്റ് സംരക്ഷിക്കണം. അവന് ഭൂമി ഇല്ലെങ്കിൽ അവന് ഭൂമി എപ്പോഴും പ്രഖ്യാപിത നിലപാടാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ CPM-ന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായതായി താങ്കൾ പറയുന്നുണ്ടോ? അല്ല, CPI-യുടെ കാര്യമോ CPM-ന്റെയോ കോൺഗ്രസിന്റെ അല്ല. ഒരു കലക്ടർ എന്ന നിലയിൽ അങ്ങേര് ഒരു ജുഡീഷ്യൽ പവർ ഉള്ള ആളാണ്. ഈ രാജ്യത്തിൽ നിയമവാഴ്ച സംരക്ഷിക്കേണ്ട ആളാണ്. അങ്ങനെ കയ്യേറ്റം ഉണ്ടെങ്കിൽ അങ്ങാർക്ക് കിട്ടിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങാറ് ചെന്ന് കയ്യേറ്റം ഒളിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം സുരേഷ് കുമാർ IAS, ശ്രീ സുരേഷ് കുമാർ, 2007-ൽ VS അച്യുതാനന്ദൻ താങ്കൾ അടങ്ങുന്ന 3 പൂച്ചകളെയാണ് ഈ മൂന്നാറിലേക്ക് അയച്ചത്. ആ ദൗത്യം പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ വീണ്ടും മറ്റൊരു സബ് കളക്ടറുടെ ഭാഗത്ത് നിന്നൊരു ശ്രമം ഉണ്ടാകുമ്പോൾ അതിന് CPI-CPIM തർക്കമായി മാറുകയാണ്. ഇപ്പോ S. രാജേന്ദ്രൻ MLA അല്പം മുമ്പ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഇവിടെ കയ്യേറ്റമേ ഇല്ല. ആ നിലയിൽ മാധ്യമങ്ങൾ ഇതിനെ ചിത്രീകരിക്കുകയാണ് എന്നാണ്. ഈ പുതിയ കയ്യേറ്റം ഒഴിപ്പിക്കൽ ദീർഘകാലം മുന്നോട്ട് പോകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നില്ല നികേഷ്. അതിന് 2007-ലെ ആ ദൗത്യത്തിന്റെ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറഞ്ഞ ഒരു മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെയും എല്ലാ മന്ത്രിമാരുടെയും പൂർണ്ണമായ സപ്പോർട്ടോടുകൂടിയാണ് അത് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന 10-30 ദിവസത്തിനകത്ത് 92 കെട്ടിടങ്ങൾ നീക്കം ചെയ്യാനും ഭൂമിയൊക്കെ തിരിച്ചേറ്റെടുക്കാനും ഒക്കെ സാധിച്ചത്. പക്ഷെ അത് പരാജയപ്പെട്ടത് എവിടെയാണ്? ഈ പൊളിറ്റിക്കൽ വിൽ, ആ രാഷ്ട്രീയ ഇച്ഛാശക്തി അവസാനിച്ചപ്പോൾ VS-ന്റെ പുറത്ത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അകത്തു നിന്നും CPI-യിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഈ ദൗത്യം മുമ്പോട്ട് പോകണ്ട, അല്ലെങ്കിൽ അത് ഇനി മൂന്നാർ പട്ടണത്തിനകത്തുള്ളത് ഒഴിപ്പിക്കണ്ട എന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ പൊളിറ്റിക്കൽ ഉള്ളിടത്തോളം കാലമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇപ്പൊ സംഭവിക്കുന്നത് ഈ പൊളിറ്റിക്കൽ വില്ലിന്റെ കാര്യം പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന് നിയമം അറിയാം, നിയമം നടപ്പാക്കാൻ അറിയാം. അതിനാണ് അയാൾ അവിടെ പണിക്ക് വരുന്നത്. അതിന്റെ നിയമം നിർവഹിക്കാനായിട്ട് വളരെ സങ്കീർണമായ പരിശീലനം കിട്ടിയിട്ടാണ് വരുന്നത്. അവരുടെ അടുത്ത് വളരെ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവില് നടപ്പാക്കേണ്ടത് എങ്ങനെയാണ്, ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ നിയമം ലംഘിക്കണവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അത് നേരിടാനുള്ള പൊളിറ്റിക്കൽ ഒരു വിൽ പവറിന്റെ വിഷയമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കാണുന്നത്, ഇന്നലത്തെ ഇൻസിഡൻസ് സുരേഷ് കുമാർ, ഞാനൊന്ന് ഇടപെട്ടോളട്ടെ. കഴിഞ്ഞ തവണ 2007-ൽ VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ നിങ്ങൾ 3 പേർക്കും ഉണ്ടായിരുന്നു. ഇപ്പോ CPI-CPIM എന്ന രീതിയിൽ വേർതിരിഞ്ഞ് നിൽക്കുമ്പോൾ CPI-യുടെ പിന്തുണ ഏറ്റവും കുറഞ്ഞത് ഇപ്പോ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിന് അല്ലെങ്കിൽ ശ്രീറാമിന് ഉണ്ട് എന്നുള്ളതാണ്. അന്ന് ശാരീരികമായി ഒരുപക്ഷെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴതുണ്ടാകുന്നു എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥനും മേലിൽ ഇക്കാര്യം ചെയ്യാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് തന്നെയല്ലേ? ഉദാഹരണത്തിന് ഭൂസംരക്ഷണ സേനാംഗത്തെ കയ്യേറ്റക്കാർ മർദ്ദിച്ചു എന്നാണ് മാധ്യമ വാർത്ത. നമുക്ക് ദൃശ്യങ്ങളിലും ഒരു പരിധിവരെ അത് കാണാൻ സാധിക്കും. വെങ്കിട്ടരാമന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. വെങ്കിട്ടരാമൻ പോലീസിനോട് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അത് ലഭിക്കുന്നില്ല. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടി ആയിരുന്നിട്ട് കൂടി. ഞാൻ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത്
യഥാർത്ഥത്തിൽ വളരെ ശക്തന്മാരായ വളരെ വലിയ ക്രിമിനൽ എന്താ പറയുന്ന ഗ്രൂപ്പ്സ്, ക്രിമിനൽ സംഘങ്ങളാണ് അവരുടെ കയ്യേറ്റങ്ങൾക്ക് പുറകിലുള്ളത്. അവര് വളരെ എന്താ പറയുന്നത്, ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ തന്നെ ചിന്നക്കനാലിലുള്ള ഒരു പർട്ടിക്കുലർ ആളെ എടുത്താൽ ഏതാണ്ട് 3000-4000 ഏക്കർ ഭൂമി അയാളുടെ പൊസഷനിലല്ല, അയാൾക്ക് ട്രാൻസാക്ടബിൾ ആയിട്ട് അയാളുടെ കയ്യിലുണ്ട്. അത് സൃഷ്ടിക്കുന്നത് പല ആൾക്കാരുടെ അടുത്തുനിന്നും പല ആൾക്കാർക്കും പണ്ട് കിട്ടിയ പട്ടയങ്ങൾ ലാൻഡ് അസൈൻമെന്റ് ഓഫീസിൽ നിന്ന് സംഘടിപ്പിച്ച് അത് ഒരുമിച്ച് ഉള്ള പ്ലോട്ടുകളായി തിരിച്ച് അതിനുശേഷം അവര് അത് എന്താ പറയുന്നത് അതിന്റെ ബയേഴ്സിനെ തേടി പോവാണ് കോഴിക്കോടും ഇതൊക്കെ. ആ ഘട്ടത്തില് അവർ ചോദിക്കുന്ന ഇത്രയേ ഉള്ളത്, ആസ് എ ക്ലൈന്റ് ഇപ്പൊ നികേഷിന് അവിടെ 50 കോടി രൂപയുടെ ഒരു റിസോർട്ട് 20 ദിവസം കൊണ്ട് പണിയണോ? 20 ദിവസത്തിനകത്ത് യു വിൽ ഗെറ്റ് ഓൾ പോസിബിൾ ക്ലിയറൻസസ്. അതിന്റെ നിയമപരമായും നിയമവിരുദ്ധമായിട്ടും ഉള്ള ഈവൻ അത് നിർത്തി പണി തരാനുള്ള ക്രിമിനൽ എന്താ പറയുന്ന പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയാണ് ആ ഗ്യാരണ്ടി. അപ്പോൾ ആ തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗാങ്സ് ആണ് മൂന്നാറില് ഉള്ള കയ്യേറ്റങ്ങൾ. അന്നും ഉണ്ടായിരുന്നു. അതിൽ 1-2 ആൾക്കാരെ ഞാൻ നേരിട്ട് തന്നെ അന്ന് ഡീൽ ചെയ്തിട്ടുണ്ട്. അവരിന്നും അവിടെ ഉണ്ട്, അവരിന്നും അത് ചെയ്യുന്നു. അപ്പൊ അതില് ഈ എന്താ പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുടെ ക്ലിയറൻസസ് പെട്ടെന്ന് ഒപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിൽ ഉദ്യോഗസ്ഥന്മാർക്കും അപ്പോ അവരുടെ ഒരു എന്താ പറയുന്ന അവരുടെ ഒരു ഫിനാൻഷ്യൽ ഒരു അവരുടെ പങ്ക് പറ്റുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒരു 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 പ്രസൻസ് ആണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അതല്ലാതെ അവിടെ കയ്യേറ്റം ഒഴിപ്പിച്ച് ഈ പറയുന്ന മാതിരി വ്യക്തമാണ് താങ്കളുടെ. ഇവിടെ CPI ഇക്കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കുറേശ്ശേക്ക് അത്ഭുതകരമാണ് എന്ന് പറയേണ്ടി വരും. കാരണം 2007 നേരത്തെ പറഞ്ഞതുപോലെ VS അച്യുതാനന്ദൻ വലിയൊരു ശ്രമത്തിന്റെ തുടക്കം കുറിച്ചപ്പോൾ പന്നിൻ രവീന്ദ്രനും K ഇസ്മായിലും ഒക്കെ ഇവിടെ എടുത്തിട്ടുള്ള നിലപാടൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഇന്നിതാ സബ് കളക്ടർ ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്നാണ് S രാജേന്ദ്രൻ MLA ആണ് അദ്ദേഹം, ദേവികുളത്തെ മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. ഒരു പരിധിവരെ AK മണിയും അതിനോട് അംഗീകരിക്കുന്നു. റവന്യൂ മന്ത്രി നേരിട്ട് ഒരു സബ് കളക്ടറെ വിളിച്ച് അഭിനന്ദിക്കുകയാണ്. അത്രമാത്രം അഭിനന്ദിക്കാനുള്ള എന്ത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്? ബഹുമാന്യ നികേഷ് കുമാർ ആദ്യം തന്നെ ഒന്ന് സൂചിപ്പിക്കുകയാണ്, ഇവിടെ CPI CPIM അല്ലെങ്കിൽ CPM എന്നുള്ള ഒരു തർക്കമുണ്ടോ എന്നൊരു ചോദ്യം വലിയൊരു ചോദ്യമാണ്. കാരണം അതിൽ അങ്ങനെ ഒരു തർക്കമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, പരിസ്ഥിതി സംരക്ഷണമാണ് ആദ്യത്തിന്റെ ഉടമ്പടി തന്നെ. ആ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ CPI പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്ത് മാത്രമല്ല ഈ കേരളത്തിൽ നടക്കുന്ന എവിടേക്ക് കയ്യേറ്റങ്ങളുണ്ടോ ഒഴിപ്പിക്കണം നിലപാട് തന്നെയാണ്. S രാജേന്ദ്രൻ MLA ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു, മൂന്നാറിൽ കയ്യേറ്റമില്ല, അത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന്. ഞാൻ ആദ്യമേ പറയണേ, ഈ മൂന്നാർ ഞാൻ മൂന്നാർ എന്ന് മാത്രമല്ല ഈ ഭാഗം നിങ്ങൾ ആദ്യം മാധ്യമങ്ങൾ ഭാഗത്ത് ഒരു വീഴ്ച കൊണ്ടായിരിക്കും. മൂന്നാർ ടൗണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഒരു വലിയൊരു ആശങ്കയുണ്ട്. ഇവിടെ മൂന്നാറിൽ ഒരു നമ്മളിപ്പോ ഒന്ന് ഡ്രൈവിന് പോയി തിരികെ വരികയാണെങ്കിൽ വലിയ ഉയർന്ന നില കെട്ടിടങ്ങൾ അടക്കം പൊങ്ങി വരുന്നത് കാണാം. എല്ലാം കോൺക്രീറ്റ് രൂപങ്ങളാണ്, ഒന്നിനും പെയിന്റ് അടിക്കുന്ന പോലും ആയിട്ടില്ല. അപ്പോൾ ഈ സമീപകാലത്ത് തന്നെ വലിയ തോതിലുള്ള കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ തോതിലുള്ള അനധികൃത നിർമ്മാണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് വ്യക്തമാക്കുന്നത്. ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഈ വലിയ തരത്തിലുള്ള കെട്ടിടങ്ങൾ വരാനുള്ള കാരണങ്ങൾ ഒന്ന് ഓർക്കുക. കുടിയേറ്റക്കാരനും കയ്യേറ്റക്കാരനും രണ്ടായിട്ട് തിരിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾക്ക് മുമ്പായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വൻകിട കെട്ടിടങ്ങൾ ഈ മേഖലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഈ കാര്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ഇതിനെ ചേർത്ത് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല? അപ്പൊ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയൊന്നും അല്ല മറുപടി പറയുന്നത്. കയ്യേറ്റം ഉണ്ടോ ഇല്ലയോ? കയ്യേറ്റം ഉണ്ടായിരിക്കാം, യാതൊരു സംശയമൊന്നുമില്ല. ഉണ്ടായിരിക്കാം. നിങ്ങളുടെ റവന്യൂ വകുപ്പാണ് ഈ കാര്യങ്ങൾ. ആ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. കയ്യേറ്റം ഉണ്ടത് കൊണ്ട് തന്നെയാണല്ലോ ഈ കിടന്ന റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ. എന്നാൽ അവിടെ ഞാൻ പറയാം, കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായിട്ട് കാണണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നാൽ കൺഫ്യൂഷൻ ആക്കല്ലേ. കയ്യേറ്റവും കുടിയേറ്റവും ഒന്നും ആരും രണ്ടായി കാണാതിരുന്നിട്ടില്ല. രണ്ടും രണ്ട് തന്നെയാണ്. കുടിയേറ്റക്കാർക്ക് അവർക്ക് അർഹതപ്പെട്ട പട്ടയം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ആരും തർക്കിക്കുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കിപ്പോ ഒന്ന് ഡ്രൈവിന് പോയാൽ മൂന്നാറിൽ വലിയ ഉയർന്ന നില കെട്ടിടങ്ങൾ വരുന്നു കാണുന്നു. അത് കയ്യേറ്റ ഭൂമിയിലാണോ, അത് അനധികൃത നിർമ്മാണമാണോ? ആണ്. അനധികൃത ഭൂമിയിലാണെങ്കിലും കയ്യേറ്റമാണെങ്കിലും അതിനെ ഒഴിപ്പിക്കണമെന്നാണ് CPI നിലപാട്. അതിൽ യാതൊരു സംശയമില്ല, ഇനി വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. S രാജേന്ദ്രൻ, ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം സ്വാഭാവികമായി ഇവിടെ ഉണ്ടാകുന്നതാണോ? അതായത് ശരിയായ പട്ടയത്തിൽ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നിർമ്മിതി തന്നെയാണോ?
അങ്ങ് പറഞ്ഞ ഈ വാദഗതിയിൽ ഈ പ്രദേശവാസികൾക്കോ ഞങ്ങൾക്കോ ഒരു പങ്കുമില്ല. ഈ കെട്ടിടങ്ങളൊന്നും മൂന്നാർ പ്രദേശവാസികളുടെയോ അല്ല. അതിന്റെ സ്വന്തക്കാരെ ഞങ്ങൾക്കാർക്കും അറിയത്തുമില്ല. അവിടെ കയ്യേറ്റം ഉണ്ടെങ്കിൽ അത് അപ്പോൾ കരുതിക്കൊള്ളും, നടപടി സ്വീകരിച്ചോളണം. ഞങ്ങളിവിടെ താമസക്കാരും തൊഴിലാളികളുമായ മൂന്നാറുകാരെ സംരക്ഷിക്കാൻ മാത്രമേ ഞങ്ങളുടെ ബാധ്യതയുള്ളൂ. കയ്യേറ്റം ഇല്ല എന്ന് പറഞ്ഞത് അല്ല, ഞങ്ങളുടെ ഇവിടെ ഇല്ലെന്ന് ഇപ്പോഴും പറയല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അതിനെ വ്യക്തത ഉണ്ടാക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. പറഞ്ഞല്ലോ, അങ്ങനെ അവർ കയ്യേറ്റമാകുന്നത് എങ്ങനെയാ? ഒരു നിയമ നടപടിയും ഒരു യാതൊരു രേഖയും ഇല്ല എങ്കിൽ അവർ ആ നിലയിൽ നിലപാട് എടുക്കേണ്ടതാണെങ്കിൽ അവർ കണ്ടെത്തണം. പകരം ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ് ഇത് എന്ന് വരുത്തി തീർക്കാൻ ആ ശ്രമത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. വേഗം വേഗം ചോദ്യം, ഒന്നോ രണ്ടോ വാചകങ്ങളിൽ. ഈ മൂന്നാറിലെ കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായിട്ട് കാണേണ്ടതാണ്. ഒന്നാമത് 2010 ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കെട്ടിട നിർമ്മാണങ്ങൾ 8 വില്ലേജിൽ വേണമെന്നുണ്ടെങ്കിൽ ജില്ലാ കളക്ടറുടെ NOC വേണമെന്ന് പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷത്തിൽ ഇവിടെ 64 കെട്ടിടങ്ങൾ പൊങ്ങിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവിടെ RDO ഓഫീസും ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇല്ലായിരുന്നോ? അന്ന് കാണാതെ ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ പറയണേ. UDF LDF എന്നുള്ളതല്ല, അങ്ങയുടെ ചോദ്യത്തിന് വളരെ വ്യക്തതയുണ്ട്. എന്നു പറഞ്ഞാൽ ഇവിടെ അനധികൃത കെട്ടിടം ഉണ്ടായിട്ടുണ്ടോ, ഇവിടെ എൻക്രോച്ച്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എൻക്രോച്ച്മെന്റ് ഇന്നലെ ദേവികുളത്താണ് ഉണ്ടായത്. അവിടെയാണ് കലക്ടർ എലക്ഷൻ ചെയ്യാൻ പോയത്. ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെ അഭിപ്രായം, എല്ലാവരും കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാറിന്റെ പേര് പറയാതെ എവിടെ എൻക്രോച്ച് ഉണ്ടായാലും അത് മൂന്നാറിന്റെ പേര് പറയാൻ പാടില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? കാരണം ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെയും നിർമ്മാണം പൂർത്തിയാകാത്തതാണ്. അത് പിണറായി വിജയൻ സർക്കാർ വന്ന് 9 മാസത്തിനുള്ളിൽ ഉണ്ടായതാകാൻ ഇടയില്ല. ഈ പറയുന്ന 8 നില കെട്ടിടങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താകാനാണ് സാധ്യത. അപ്പൊ നിങ്ങളുടെ ഭരണകാലത്ത് ഈ ഉദ്യോഗസ്ഥരെല്ലാം കയ്യും കെട്ടി നോക്കി വേണ്ടാത്രമാണ് LDF UDF ഉണ്ടാക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. അന്ന് വലിയ കെട്ടിടം ഉണ്ടായിരുന്നു, അന്ന് വലിയ കെട്ടിടം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അച്യുതാനന്ദൻ ഇവിടെ വന്നത് ബുൾഡോസറുമായിട്ട് ഇടിച്ചു തകർക്കാൻ? കെട്ടിടം ഇല്ലാഞ്ഞിട്ടാണോ? അതുപോലെ അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഗവൺമെന്റിന്റെ തലയ്ക്ക് വയ്ക്കരുത്. പക്ഷെ പട്ടയമാണോ കള്ളപ്പട്ടയമാണോ സാധുവാണോ അസാധുവാണോ എന്ന് പറയേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ലായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തെ ഉപദേശിക്കുന്നു എന്ന് എസ് രാജേന്ദ്രൻ MLA സംശയിക്കുന്ന താങ്കളോട് ചോദിക്കാം. ഈ പറയുന്ന ഉയർന്ന കെട്ടിടങ്ങളെല്ലാം എങ്ങനെ പൊടുന്നനെ, ഒരുപക്ഷെ കാലങ്ങളായി മൂന്നാറിൽ ആകമാനം ഇത്തരം കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ സമീപകാലത്ത് പൊടുന്നനെ വലിയ കെട്ടിടങ്ങൾ തുടരെ ഉണ്ടായതിന്റെ രാഷ്ട്രീയ കാരണം എന്താണ്? ഇത് നികേഷ്, ഇപ്പോ VSന്റെ ഗവൺമെന്റിന്റെ 1 വർഷം പൂർത്തിയായ ദിവസമായിരുന്നു ഞങ്ങൾ മൂന്നാറിലെ ആദ്യത്തെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഷ്ടിച്ച് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരേണ്ടിയും വന്നു. അത് ആ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ഒരു സപ്പോർട്ട് അതിന് അവസാനിച്ചു. തുടർന്നുള്ള 4 വർഷവും ഇത് തന്നെയാണ് സംഭവിച്ചത്. തുടർന്നുള്ള 4 വർഷം കൊണ്ട് തന്നെയാണ് ആ 92 കെട്ടിടങ്ങളും പലതും അതുപോലെ തന്നെ അതേ സ്ഥാനങ്ങളിൽ വീണ്ടും കെട്ടിപ്പൊങ്ങിയത്. അതിനുശേഷം വന്ന 5 വർഷവും. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ കാണുന്നത് പൊളിറ്റിക്സിന് അതീതമായിട്ട് ആ ഗവൺമെന്റിന്റെ 4 വർഷവും അടുത്ത ഗവൺമെന്റിന്റെ 5 വർഷവും ഈ ഗവൺമെന്റിന്റെ ഇത്രയും കാലവും ഒക്കെ തന്നെ ഇത് നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. പിന്നെ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ 15 വർഷവും അവിടെ ഒരു MLA ആയിരുന്നു. അപ്പൊ കൺസിസ്റ്റന്റ് ആണ് അവിടെ. ഇപ്പൊ ഈ കയ്യേറ്റം സ്റ്റഡി ആയിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ദേവികുളം MLA എസ് രാജേന്ദ്രന്റെ അറിവോട് കൂടിയാണ് ബാഹ്യശക്തികളാണെങ്കിൽ ബാഹ്യശക്തികൾ, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ അവർ ഇവിടെ ഇപ്പോ, അല്ലെങ്കിൽ ഈ പറയുന്ന 2007 ശേഷമുള്ള അനധികൃത കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞാൻ അവിടെ ചെന്ന 2ാമത്തെ ദിവസം എന്റെ അടുത്ത് ഈ പറയുന്ന രാജേന്ദ്രൻ വന്നു. ഈ സുരേഷ് കുമാർ മൂന്നാറിൽ വന്നാലാണ് കാല് തൊല്ലിയൊടിക്കുമെന്ന് ഇവിടുത്തെ MLA പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രേതവായ്പ കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സബ് കളക്ടർ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഈ നിലയിൽ നിൽക്കുന്നത്. ഞങ്ങൾ ആരുടെയും കയ്യും കാലും തല്ലി ഓടിക്കാൻ ഞങ്ങളായിട്ട് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷേ കയ്യേറ്റം
അത് പൊളിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇന്നലെ നടന്ന സംഭവത്തിൽ ഞങ്ങൾ കൂടിയിട്ടില്ലേ? എല്ലാ പാർട്ടിക്കാരും കൂടിയല്ലേ പൊളിപ്പിച്ചത്? സബ് കളക്ടർ അല്ലല്ലോ പൊളിപ്പിച്ചത്. ആര് പറഞ്ഞു? നിങ്ങൾ തടയുകയാണ് ചെയ്തത്. സബ് കളക്ടർ ആ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചിട്ടേ പോകൂ എന്ന് നിർബന്ധം ഇരിക്കുന്നവർ കമ്മീഷൻ നിശ്ചയിക്കാം. ഇന്നലെ പൊളിച്ചു മാറ്റിയത് ആരാണ്? ഇവിടെ മൂന്നാറില് ദേവികുളം പ്രദേശവാസികളാണ്. ആരും അവിടെ പോലീസും പൊളിച്ചതല്ല, സബ് കളക്ടറും പൊളിച്ചതല്ല. എന്റെ പേര് സുരേഷ് കുമാർ. സുരേഷ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. ഞാനാണ് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന റവന്യൂ സംഘത്തെ കയ്യേറ്റം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന സുരേഷ് കുമാർ. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സബ് കളക്ടറെ സൂചിപ്പിക്കാൻ വേണ്ടി സബ് കളക്ടറുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ പണം വാങ്ങിക്കൊണ്ട് നിങ്ങളെ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള മനോരമയും മാതൃഭൂമിയുള്ള ചാനലുകൾ മൂന്നാറിലെ ഒരു സ്വകാര്യ റിസോർട്ടില് മൂന്നാറിലെ ടൂറിസം തകർക്കാൻ വേണ്ടി ഇവിടെ കൂപ്പ് കൂട്ടി കിടക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാക്കുന്നത് കാണാം അല്ലേ? ഉന്തും തള്ളും ഉണ്ടാക്കുന്ന കാണാം. നിങ്ങൾ ഈ പറയുന്ന മണിച്ചേട്ടൻ എന്റെ തൊട്ട അയലൊക്കത്തുള്ളതാണ്. അദ്ദേഹം 60 വർഷമായിട്ട് അവിടെ താമസിക്കുന്നു പറയുന്നു. അതെനിക്കറിയില്ല. ഞാൻ ജനിച്ച കാലം മുതലേ മണിച്ചേട്ടൻ താങ്കളല്ല താങ്കളല്ല നിങ്ങൾ പറയുന്ന ദേവികുളത്തുള്ള മണി. അദ്ദേഹത്തെ ഞാൻ ജനിച്ച കാലം മുതൽ ഞാൻ കാണുന്നതാണ്. അദ്ദേഹം എന്റെ എന്റെ അയൽവക്കക്കാരനാണ്. ഞാൻ കാണുന്ന കാലം മുതലേ ആ ഷെഡ്, ഒരു ചെറിയ ഷെഡ് അവിടെയുണ്ട്. അതൊരു പുതിയ കയ്യേറ്റമല്ല. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് നിലപാടെടുക്കാതെ സബ് കളക്ടർ പോലീസ് വരുന്നതിന് മുൻപേ ചാനലുകാരെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഷോ കാണിക്കുകയാണ് ചെയ്തത്. അഭിനയിക്കുകയാണെന്നാണ് എസ് രാജേന്ദ്രൻ MLA പറഞ്ഞത്. അതിനപ്പുറത്ത് ഇനി ഈ സബ് കളക്ടറുടെ പണി എന്താണ് സുരേഷ്? ഇങ്ങനെയുള്ള കയ്യേറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ എത്തുക, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അയക്കുക. അവരെ കയ്യേറ്റം ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുമതി ആരാണ് തന്നത്? അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പണിയെടുക്കാൻ കഴിയുമോ? ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ പെണ്ണു നികേഷ് ചേട്ടാ, എന്റെ സുഹൃത്തെ. ഈ ദേവികുളം സബ് ഡിവിഷനിലെ ആദ്യത്തെ സബ് കളക്ടർ അല്ല ശ്രീരാം വെങ്കിട്ട രാമൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, അൽഫോൺസ് കണ്ണന്താനം, ഡോക്ടർ D ബാബു പോൾ. ഇതുപോലെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് IAS ഉദ്യോഗസ്ഥര് ഇരുന്ന ഒരു കസേരയിലാണ് ഇതുപോലെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു വൃത്തികെട്ട ഒരു IAS-കാരൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ ആയിക്കോട്ടെ, മലയാറ്റൂർ രാമകൃഷ്ണന്റെ കാലഘട്ടത്തിൽ കയ്യേറ്റം ഈ നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അടക്കമുള്ളവർ മൂന്നാറിലെ കയ്യേറ്റത്തെ കുറിച്ച് വ്യക്തമായി രേഖാമൂലം റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. തൊടുക ശ്രീ സുരേഷ് കുമാർ, അവിടെ വളരെ പ്രധാനപ്പെട്ട ഇതാ ഇപ്പോ സംസാരിച്ചത്. എനിക്ക് താങ്കൾ ടെലിഫോൺ ലൈനിലായതുകൊണ്ട് സുരേഷിനെ കണ്ടിട്ടുണ്ടാകില്ല. ഇന്നലെ ഭൂസംരക്ഷണ സേനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമായ സുരേഷാണ് അല്പം മുമ്പ് പറഞ്ഞത്. അവിടെ 50 വർഷമായി താമസിക്കുന്ന മണി എന്നയാളെയാണ് ഇന്നലെ നീക്കം ചെയ്യാൻ വേണ്ടി എത്തിയത്. അതായത് വലിയ കയ്യേറ്റക്കാരെ ഒഴിവാക്കാതെ ചെറുകിടക്കാരെ പിടിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് സ്വാഭാവികമായി ഇടപെടാനേ കഴിയൂ. സുരേഷ് വരട്ടെ പറഞ്ഞോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പോ പോലീസിനെ വിളിച്ച് നിർദ്ദേശം കൊടുക്കാം. ആ നിലയിൽ ഒരു വില്ലേജ് ഓഫീസറോ വില്ലേജ് മാനോ ചെന്ന് ഒളിപ്പിക്കാവുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ. ഇവിടെ ഈ പറഞ്ഞ പോലെ ബഹുനില കെട്ടിടങ്ങളോ മറ്റോ ഒന്നും ഒളിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ ഉദ്ദേശിക്കുന്ന കയ്യേറ്റം ഏതാണ് ഇത്രയും പറയുന്നുണ്ടല്ലോ, രേഖയെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. ഈ കൃത്രിമം കാണിച്ച ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഇന്ന് വരെ എന്തേലും ഒരു നടപടി ആരുടെയെങ്കിലും പേരിൽ സ്വീകരിച്ചോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് ഇവിടെ കലക്ടറായിരിക്കുന്ന ശ്രീ ഗോകുലാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടെ സബ് കളക്ടർ. അപ്പൊ അന്നത്തെ സബ് കളക്ടറുടെ ഇന്ന് ജില്ലാ കളക്ടറെ നടപടി തീർത്താനാണോ ഇപ്പൊ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ബഹുജനങ്ങൾ ബോധ്യപ്പെടുന്ന നിലയിൽ ഇന്നതാണ് കയ്യേറ്റം എന്ന് കാണിച്ചുകൊണ്ട് ഒന്ന് നീക്കം ചെയ്യാൻ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇത് യാതൊന്നും ഇല്ലാത്ത നിലയിൽ ഇങ്ങനെ സ്വയമേ ഇതിനെല്ലാം അവതാരം വാങ്ങിച്ചുകൊണ്ട് വന്നയാളാണ് എന്നുള്ള നിലയിലേക്ക് പോകുന്നതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്,
LDFിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളതിന്റെ ഒരൊറ്റ കാര്യമാണ് പുതിയതാണേലും പഴയതാണേലും ഉൾക്കൊള്ളില്ല എന്നുള്ളത്. സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലം കൊടുക്കാനും വീട് കൊടുക്കാനും പറഞ്ഞ പോലെ പ്രഖ്യാപന പദ്ധതിയിൽ വേറെയുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ അവരെ ഒളിപ്പിക്കാൻ വേണ്ടി ചെന്ന സ്ഥലത്ത് സാധാരണഗതിയിൽ അവിടെ അങ്ങ് എത്തി. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് അവിടുത്തെ പൊതുപ്രവർത്തകരും മറ്റുള്ളവരാണ് നീക്കിയത്. സബ് കളക്ടർ നീക്കാൻ നിന്നില്ല, അങ്ങനല്ല നീക്കിയത്, പോലീസല്ല നീക്കിയത്, റവന്യൂക്കാരല്ല ഒളിപ്പിച്ചത്. മേഖലയിൽ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ഇവിടെ ഒഴിപ്പിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന് വരുമ്പോ സബ് കളക്ടർ ശാഠ്യം പിടിച്ച് നിൽക്കുകയാണ്. ശാഠ്യം പിടിച്ച് നിന്നപ്പോ സ്വാഭാവികമായും നിങ്ങൾക്ക് തന്നെ, ഈ സുരേഷ് അടക്കമുള്ളവർക്ക് തന്നെ അത് നീക്കം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് അല്ലാതെ വേറെ എന്ത് പോംവഴിയാണ്? ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യം മുതലേ അവിടെ പോയി നീക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷമല്ലേ ഈ തർക്കം വരുന്നേ. അപ്പൊ നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ ദൗത്യ സംഘത്തിലെ ഓരോ വ്യക്തി വായിൽ വിരലിട്ട് കാണിച്ചപ്പോഴാണല്ലോ തർക്കം ഉയർന്നു വരുന്നത്. അതിനുശേഷവും നീക്കം ചെയ്തത് അവിടെ നിന്ന് നിങ്ങളോട് മോശമായി പെരുമാറിയോ ഭൂസംരക്ഷണ സേനക്കാരെ? നിങ്ങളുടെ ഈ റിപ്പോർട്ട് അടക്കമുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമല്ല. എന്റെ നേരെ നോക്കി ദൗത്യ സംഘത്തിലെ ലിൻസൺ എന്ന് പറയുന്ന ഒരാള്, ദൗത്യ സംഘത്തിന്റെ ഒരു തലവനാണെന്ന് അയാൾ പറയുന്നത്, എന്റെ നേരെ നോക്കി അയാളുടെ വായിൽ വിരലിട്ട് കാണിച്ചു. അയാള് ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ്. അയാളുടെ പണി പട്ടാളത്തിൽ അതായിരുന്നോ? അങ്ങനെയാണോ ഒരു റവന്യൂ ഉദ്യോഗസ്ഥർ ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധിയാണ്? വീഡിയോ കാണിക്കാം. നിങ്ങൾ ദയവ് ചെയ്ത് മൂന്നാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ കൂടെ കൂടിയിട്ട് നികേഷ് ചേട്ടനും കൂടി അതിന്റെ കൂടെ നിൽക്കരുത്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകരുത്. തുടരുക. ഇവിടെ ശ്രീ സുരേഷ് കുമാർ, താങ്കൾ നേരത്തെ കേട്ടില്ല. നേരത്തെ ഈ സുരേഷ് പറയുകയായിരുന്നു ഈ ശ്രീറാം എന്ന് പറയുന്നയാൾ ആദ്യത്തെ സബ് കളക്ടർ അല്ല. ഇതിനു മുമ്പ് മലയാറ്റൂർ രാമകൃഷ്ണൻ അടക്കമുള്ള നിരവധി പേർ ഇവിടെ സബ് കളക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത എന്തോ ശ്രീറാമിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? അതാണ് എസ് രാജേന്ദ്രൻ MLA ഇവിടെ നിന്ന് പറയുന്നത് കളക്ടർ അഭിനയിക്കുകയാണ് എന്ന്. ഇത് ഞാൻ എന്റെ ഒരു ഹലോ ശ്രീ AK മണി, ഈ കാര്യത്തിൽ ഇവർ CPM പറയുന്നതാണോ ശരി? ഞാൻ കണ്ടില്ല. ചായ കുടിക്കാൻ വരുന്നുണ്ടോന്ന് വല്ലതും ചോദിച്ചതാണോ? തമാശയായിട്ട് കളയല്ലേ അത്? തമാശയായി കളയല്ലേ? അവരുടെ ഒരു ആരോപണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. താങ്കൾ പ്രതിപക്ഷ പാർട്ടിയുടെ KPCC വൈസ് പ്രസിഡന്റ്. സർക്കാർ ഉദ്യോഗസ്ഥൻ വന്നാൽ ആ സർക്കാർ ഉദ്യോഗസ്ഥനെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? അവരും കുറ്റം പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് അതല്ല. ഇവിടെ ഇന്നലെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻക്രോച്ച് ആണെങ്കിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ എൻക്രോച്ച് മാറ്റുന്നതിൽ തെറ്റല്ല. അത് കളക്ടർ പോയാ അത് പോലീസ് വേണമെന്നുള്ളതല്ല. പ്രതിപക്ഷ നേതാവിനൊക്കെ ഒരു ക്യാബിനറ്റ് പദവിയൊക്കെ നൽകി നമ്മൾ ആദരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരണപക്ഷത്തിന് പിഴവ് പറ്റുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ്. താങ്കൾ KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. അവരാണ് ഭരിക്കുന്ന പാർട്ടി. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് ആ സർക്കാർ ഉദ്യോഗസ്ഥരെ ഡിഫെൻഡ് ചെയ്യണ്ടേ? ഞാൻ അതല്ലേ പറഞ്ഞത്. അത് ഇപ്പൊ LDF ആണ് അവർ ആ കലക്ടർ ഇവിടെ കൊണ്ടുവന്നത്. ആ കലക്ടറെ സംബന്ധിച്ചോളം എൻക്രോച്ച്മെന്റ് ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം അങ്ങാര് അതിനെ തടസ്സം ചെയ്യാതെ മാറ്റാൻ പോകാനായിട്ട് അധികാരമുള്ള ആളാണ്. മാറ്റണം. അധികാരമുള്ള അധികാരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ വഴിയിലിട്ട് കൊടുക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ശ്രീറാം വെങ്കട്ടരാമൻ ചെയ്ത് IAS ചെയ്തത് സർക്കാരിന്റെ നയമാണ് നടപ്പിലാക്കാൻ നോക്കിയത്. അവിടെ CPIയുടെ പിന്തുണയായിട്ടോ അല്ലെങ്കിൽ CPIയുടെ പിന്തുണ അങ്ങനെ ഒരു പിന്തുണയില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയുള്ള ഒരു IAS എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഉള്ളത്. എന്നാൽ ഞങ്ങൾക്ക് ആർക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള കുറ്റമൊന്നും പറയാനില്ല. കാരണം അദ്ദേഹം ചെയ്ത് ശരിയാണെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. കാരണം അദ്ദേഹം IAS എടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ തെരുവിൽ പോയിട്ടല്ല IAS എടുത്തത്, പഠിച്ച് പാസ്സായിട്ടാണ് IAS എടുത്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അദ്ദേഹം ഇടതുപക്ഷ സർക്കാർ LDF സർക്കാർ പറയുന്ന പോലെ തന്നെ കൃത്യമായി ചെയ്തു പോകുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശ്രീമാൻ
നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല? അപ്പം അദ്ദേഹത്തിനും സാറ്റിസ്ഫൈഡ് ആണ് ശ്രീറാം വെങ്കിട്ടറാം എന്ന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സംരക്ഷണം കൊടുക്കണ്ടേ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ തെരുവിലിട്ട മദ്ദളം പോലെ ഇങ്ങനെ അടിക്കുകയാണോ വേണ്ടത്? അവരിവിടുത്തെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ലേ സംരക്ഷണം ഇന്നലെ ഞങ്ങളാണ് നൽകിയത്. സബ് കളക്ടർ പോലീസിനെ ക്ഷണിച്ചില്ല, പോലീസിനെ അറിയിച്ചില്ല, സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് എങ്ങനെ സ്വപ്നം കാണുമോ? പോലീസ് ഉണ്ടായിരുന്നല്ലോ. പോലീസിനോട് സബ് കളക്ടർ പറയുന്നത് ദൃശ്യങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ പോകുന്നത്. അവിടെ പോലീസ് പോകുന്നത് എന്ന് പറയുന്നത് സബ് കളക്ടർ പോയതുകൊണ്ടാണ്. അല്ലാണ്ട് സബ് കളക്ടർ വിളിച്ച് അറിയിക്കുകയോ ആവശ്യപ്പെടുകയോ വരണമെന്ന് പറയുകയോ ഒന്നുമില്ല. അല്ലെങ്കിൽ സ്ട്രെങ്തോടു കൂടി പോവാലോ. സുരേഷ് കുമാർ, താങ്കൾക്ക് കേൾക്കാമോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ അല്പം മുമ്പ് ഒരു ചോദ്യം ഉണ്ടായി. അതായത് മലയാറ്റൂർ രാമകൃഷ്ണൻ, അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ള IAS ഉദ്യോഗസ്ഥർ ഇവിടെ സബ് കളക്ടറായി വന്നിട്ടുണ്ട്. അങ്ങേരൊന്നും കാണിക്കാത്ത ഒരു ധാരാളിത്തം ഇവിടെ ഈ പുതിയ സബ് കളക്ടർ കാണിക്കുന്നത് നേരത്തെ CS രാജേന്ദ്രൻ തുടർച്ചയായി ചൂണ്ടിക്കാണിച്ചതുപോലെ വെറും ഒരു അഭിനയം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർമാനായി മാറാനുള്ള ശ്രമമാണ്. ഹലോ, ഓക്കെ, എന്താ പറഞ്ഞോളൂ. അതിന്റെ ബാക്കി എന്താ നിങ്ങളുടെ വിഷ്വൽ എന്ന് പറയുന്നത്? നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? വിഷ്വൽ കാണിക്കാൻ അതിന് മുൻപായിട്ട് മണിച്ചേട്ടനോട് എന്റെ പാർട്ടിക്കാര് ചായ കുടിക്കാൻ വിളിക്കുന്നത് താങ്കളുടെ പാർട്ടിക്കാർ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചായ കുടിക്കാൻ വിളിക്കുന്ന ആ രീതിയിലല്ല. അവിടെ ഈ നടന്ന യഥാർത്ഥ സംഭവം ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ രീതിയിലല്ല ഞങ്ങൾ ചായ കുടിക്കാൻ വിളിക്കുന്നത്. അതുകൂടി മണിച്ചേട്ടൻ മനസ്സിലാക്കാൻ വീഡിയോ കാണിക്കാം, അതിന്റെ ക്ലിപ്പിംഗ് കാണിക്കാം. ഒരു മിനിറ്റ്. ഇവിടെ അവിടെ AOF-ന്റെ നേതാവോട് നിങ്ങൾ ഇച്ചിരി മുമ്പ് ചോദിച്ചു. നികേഷ് ചേട്ടാ, AOF-ന്റെ നേതാവോട് നിങ്ങൾ ചോദിച്ചു CPI CPM തർക്കം ഇവിടെ ഉണ്ടോന്ന്. CPI CPM തർക്കം ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി പറഞ്ഞത് CPIക്ക് റവന്യൂ വകുപ്പ് തീരെ എഴുതി കൊടുത്തില്ല എന്ന്. പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ ഞങ്ങളിവിടെ രാഷ്ട്രീയം പറയാനല്ല വന്നത്, ഇവിടെ രാഷ്ട്രീയത്തിനല്ല ഇവിടെ വന്നത്. ഞാൻ പറയണത് ഇവിടെ 10,127 ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്, 10,500 ജീപ്പ് ഓടുന്നുണ്ട്, 10,000 തൊഴിലാളികൾ ഇവിടെ റിസോർട്ടുകളിലാണ് പണിയുന്നത്. നിങ്ങൾ ഈ ചാനലിൽ കൂടെ എന്റെ ചോര തിളയ്ക്കുന്ന എന്റെ പ്രോഗ്രാം ഇവിടെ ആർക്കാ ചോര തിളയ്ക്കണ? മൂന്നാറിൽ ആർക്കും ചോര തിളയ്ക്കുന്നത്. ഇവിടെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്കും ഒരു ചില ആളുകൾക്കാണ് ഇവിടെ ചോര തിളയ്ക്കണത്. ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് പട്ടയം കൊടുക്കണം, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണം. ഈ ടൂറിസത്തിന്റെ ഈ നിങ്ങൾ ഒഴിപ്പിക്കാൻ വരുന്നതിന്റെ മറവില് പാവപ്പെട്ടവർ കിട്ടേണ്ട പട്ടയം കിട്ടുന്നില്ല. അത് ഏത് ഗവൺമെന്റ് വന്നാലും ശരി, പാവപ്പെട്ടവർ കിട്ടേണ്ട പട്ടയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് ഒഴിപ്പിക്കാനും അനധികൃത കയ്യേറ്റം ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കട്ടെ. പള്ളിവാസലിന് താഴെ ഉണ്ടല്ലോ, അവിടെ അതിരപ്പള്ളിയിൽ കയ്യേറ്റം ഉണ്ടല്ലോ, ഇവിടെ ആഴപ്പള്ളിയിൽ ഇതിൽ കെട്ടി ഇത്രയും വലിയ ബിൽഡിംഗ് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, എറണാകുളത്തുണ്ടല്ലോ, അവിടെ ആരും പോകുന്നില്ലല്ലോ. മൂന്നാറിൽ മാത്രം ഈ തൊഴിലാളികളാണ്, ഈ റിസോർട്ടുകളിൽ പണിയുന്ന തൊഴിലാളികളാണ്. തൊഴിലാളികളോട് ജീവിക്കണമെങ്കിൽ ഈ ടൂറിസം വേണം. ടൂറിസത്തെ ഉണ്ടാക്കിയത് തോട്ടം തൊഴിലാളികളാണ്. ശ്രീ നെൽസനോട് എനിക്കൊന്നും പറയാനുള്ളൂ ഈ കാര്യത്തിൽ. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ കൃത്യം പറഞ്ഞിട്ടുണ്ട്, ക്യാബിനറ്റിൽ പറയേണ്ട കാര്യം ക്യാബിനറ്റിൽ പറയണം, തെരുവിൽ പറയേണ്ട സ്ഥലം തെരുവിൽ പറയണം. അപ്പൊ ഞങ്ങൾക്കറിയാം ശ്രീമാൻ MM മണിയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ കൾച്ചർ എന്താണെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയാൻ പോകാത്ത കൊണ്ടാണ്. ഇനി ഞാൻ വേറെ കാര്യം, നെൽസൺ പറഞ്ഞതുപോലെ തൊഴിലാളി സ്നേഹത്തോടെ ഇന്നും ഇതിനെ തുടങ്ങിയതല്ല. CPI-യും AITC-യും തൊഴിലാളി പക്ഷത്താണെന്ന് എന്നുള്ളത്. തോട്ടത്തിലേക്ക് ഭൂമി കൊടുക്കണമെന്നുള്ളത് ഞങ്ങളുടെ നയമാണ്, അത് ഞങ്ങൾ കൊടുത്തിരിക്കും, യാതൊരു സംശയം വേണ്ട. എവിടെയാ CPM-ഉം CPI ആണോ തൊഴിലാളി കൊടുത്തിരിക്കുന്നത്? UDF ഇല്ലേ? അങ്ങനെ UDF കൊടുത്തില്ലെങ്കിൽ എന്തുകൊണ്ട് കുട്ടിയാർവലെ കഴിഞ്ഞ 5 വർഷം കൂടി ഭൂമി കൊടുക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് കഴിഞ്ഞ UDF കൊടുക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് സാധിച്ചില്ല? സർക്കാരിന്റെ കാലത്ത് ഭരണകാലത്ത് തിട്ടപ്പെടുത്തിയുള്ള ഭൂമി എന്തുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല? നിങ്ങളുടെ പട്ടയം കൊടുത്തേ, നിങ്ങളുടെ പട്ടയം കൊടുത്തു. എന്തോ ആ സർക്കാർ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം വന്ന UDF സർക്കാർ എന്തുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല? 5 വർഷം LDF എന്ന് പറഞ്ഞിട്ട് ഏത് സർക്കാർ ആയിക്കോട്ടെ എന്റെ സുഹൃത്തുക്കളെ എന്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് UDF സർക്കാർ കൊടുക്കാൻ സാധിച്ചില്ല?
ഞാൻ പറഞ്ഞേക്കെ ഞങ്ങൾ കൊടുക്കും. എവിടെ കൊടുക്കും? എന്റെ പ്ലാനിൽ പട്ടേ കൂട്ടില്ലേ? ഈ പോസ്റ്റ് ഓഫീസിൽ സെൻട്രൽ വെയിറ്റിംഗ് ഷെഡിലാണ് വീട് പണിതിരിക്കും. ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ്. അങ്ങനെ കൊടുത്തിരിക്കുന്നു. പണിതോളൂ. അങ്ങനെ പണിതോളൂ. ഞങ്ങളും വരും. നിങ്ങളൊപ്പം ഞങ്ങൾ വരും. പറഞ്ഞോളൂ. എന്നാൽ എൽ.ഡി.എഫ് സർക്കാർ പറഞ്ഞ പോലെ കൊടുത്തിരിക്കും. യാതൊരു സംശയം വേണ്ട. എൽ.ഡി.എഫ് സർക്കാർ കാലത്തിലാണ് വി.എസ്. അച്യുതാനന്ദനും കെ.പി. രാജേന്ദ്രനും ഉൾപ്പെടെ കുറ്റ്യാടിവേലിയിൽ 700 പേർക്ക് 10 സെന്റ് ഭൂമി കൊടുക്കുകയും അവിടെ ദേവികുളം ഗ്രാമപഞ്ചായത്ത് വഴി EMS-ന്റെ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ ഈ ദേവികുളം ഗ്രാമപഞ്ചായത്തില് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. 42 ലക്ഷം രൂപ ചെലവ് ചെയ്ത് അവിടെ വൈദ്യുതി കണക്ഷൻ കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് അറിയാതെ? കോൺഗ്രസ്സുകാരെ അറിയില്ലെന്ന് പറയണ്ട. കോൺഗ്രസ് ആണ് ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾ പട്ടയം വെള്ളക്കടലാസ് കൊണ്ട് ഭൂമിയാകുമോ? ഒന്ന് പറഞ്ഞോട്ടെ. റിപ്പോർട്ടർ ചാനലിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഈ മൂന്നാർ ഇത്രയും തിളച്ചു പറയുമ്പോ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുന്നു. ഇത് തന്നെ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ ജനപ്രതിനിധികളെയും അതുപോലത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യാപാരികളെ എല്ലാവരും വിളിച്ചിരുത്തി പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമുള്ള ഒന്ന്. രണ്ട്, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കുള്ള ഏറ്റവും വലിയ മൂന്നാറിനെ കുറിച്ചുള്ള അവസാന വാക്ക് പറയേണ്ട ആള് സുരേഷ് കുമാർ അല്ല. സുരേഷ് കുമാറിനെ മൂന്നാറുകാർ അംഗീകരിക്കുന്ന സുരേഷ് കുമാർ 10 കൊല്ലം മുമ്പങ്ങാണ്ട് വന്നിട്ട് പോയ ആ മനുഷ്യനാണ് മൂന്നാറിനെ കുറിച്ച് പറയേണ്ട അവസാന വാക്കുന്നുള്ളതാണ് തെറ്റ്. ഒന്ന്, സബ് കളക്ടറിന്റെ ഒരു IAS ഉദ്യോഗസ്ഥനെ അംഗീകരിക്കുന്നു. ഇന്നലെ നടന്ന സംഭവത്തിലെ ഒരു രംഗം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ കാണുന്ന ചാനലിൽ കൂടി കാണുന്നത് അവിടുത്തെ SIയെ വളരെ ആക്രോശിച്ചുകൊണ്ട് വഴക്ക് പറയുന്നു. എന്നാൽ അവിടെ നോക്കിയേ 5 പോലീസുകാരും 50-100ഓളം ആൾക്കാർ നിൽക്കുന്ന ഒരു മോബിന് മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും SIയോട് ഇവർക്കെതിരെ അവിടുത്തെ മെമ്പറിനെ അറസ്റ്റ് ചെയ്യാൻ പറയാണ്. ആ SI പറയാണ്, സാർ ഞങ്ങൾക്ക് ഫോഴ്സ് വരട്ടെ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞോട്ടെ, അവിടെ അതേ ചെയ്യാൻ പറ്റുമോ? അതിന് അവിടെ ഒരു അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന പ്രശ്നം എന്താ നോക്കുക. സബ് കളക്ടർ വളരെ അദ്ദേഹം പക്വത കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതേ സബ് കളക്ടറിന്റെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം അതേ SIയെ വിളിച്ചു പറയുന്നു ഇവർക്കെതിരെ കേസ് എടുക്കണ്ട എന്ന് പറയും. 2 ചാനലിന് മുമ്പിൽ ഒരു മുഖം, അതിനപ്പുറത്ത് വേറെ മുഖം. ഇതിനെയാണ് പക്വതയില്ലായ്മ, വിവരക്കേട് എന്ന് പറയുന്നത്. അല്ലല്ല, കേസെടുക്കണ്ട എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു അവിടെ, അല്ലേ? നിക്കൂ അങ്ങനെ ചോദിക്കട്ടെ. ദൈവത്തിന് ഒഴിപ്പിക്കലാണല്ലോ ഇന്നത്തെ പ്രധാന വിഷയം. ഒന്ന്, സ്വാഭാവികമായി അനധികൃത കയ്യേറ്റമെങ്കിൽ ഒഴിപ്പിക്കണമെങ്കിൽ സബ് കളക്ടർ പോലീസ് ഫോഴ്സ് ആവശ്യപ്പെടണം. അത് ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം വിളിച്ചു വരുത്തിയത് ചാനലുകാരെ മാത്രമാണ്. ചാനലുകാരെ മാത്രമേ അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ടുള്ളൂ. ഫോഴ്സ് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ഈ ചന്ദ്രശേഖരൻ എന്ന റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. എന്റെ ഭൂസംരക്ഷണ സേനക്കാരെ അവിടെ തെരുവിലിട്ട് കൈയാറ്റം ചെയ്യുകയാണ്. അവിടെ സംരക്ഷണം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെ കിട്ടാതെ വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച അഭയം തേടേണ്ട ഒരു അവസ്ഥ ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായി. ഞങ്ങളുടെ LC സെക്രട്ടറിയുടെ തോളത്ത് ശ്രീറാം കൈയിട്ട് കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാ CPM പ്രവർത്തകർ തടയുന്നേ? ആ വിഷ്വൽ പരിശോധിക്കൂ. ഞങ്ങളുടെ LC സെക്രട്ടറിയുടെ തോളത്ത് ശ്രീറാം കൈയിട്ടിട്ടുണ്ട്. വെറുതെ പറഞ്ഞാൽ പോരാ, പോലീസിനോട് ഫോഴ്സ് ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കേസ് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത്. സുരേഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. പോയിട്ട് കേസ് വേണ്ട എന്ന് പറഞ്ഞു ഒന്നും പറയാനില്ല. ഇങ്ങനെയുള്ള ഏകപക്ഷീയമായിട്ട് പോവാണ് ചർച്ച. CPM കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമപരമായ പ്രശ്നം, ഈ രാജ്യത്തെ ഒരു വലിയ ക്രമസമാധാന പ്രശ്നം. ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു അവസരം AK മണി കിട്ടിയപ്പോ AK മണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണോ? പോലീസിനെ ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് പ്രശ്നം. ഹലോ, പറയ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു അവസരമാണ്. അല്ലാതെ ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാണല്ലോ. പോലീസ് കലക്ടർ പോലീസ് ആവശ്യപ്പെട്ടില്ല. ഒരു പോലീസായാലും ഒരു നിയമവാഴ്ച സംരക്ഷിക്കേണ്ട ഒരു കലക്ടർക്കെതിരെ ഒരു ചാനലുകാരുമില്ല. തൊടുപുഴയിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹം വൺമാൻ ഷോയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന് ചാനലിൽ പ്രശസ്തനാകണം. വൺമാൻ ഷോയാണ് കാണിക്കുന്നത്. എവിഷൻ നടത്തണമെങ്കിൽ പോലീസിനെ വിളിക്കണം, ആവശ്യപ്പെടണം. എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? എല്ലാവരും ചാനലിൽ കൂടി രക്ഷപ്പെട്ടു പോകുക.
വേറെ ഒന്നുമില്ല. ഒന്ന് പറയാനുള്ളൂ, പോലീസ് ഉദ്യോഗസ്ഥർ കൈകെട്ടി നോക്കിയിരുന്നു ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഈ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്, SI ആണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അല്ല ഞാൻ പറഞ്ഞു മനസ്സിലോ, ഇദ്ദേഹം ആ SI പോലീസ് കൈയും കെട്ടി നോക്കിയിരുന്നത് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും സർക്കാർ നയം നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ തടയേണ്ടതില്ല. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മാറി നിൽക്കാവുന്നേ ഉള്ളൂ. എന്നാലും അവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് സ്വയം വിമർശനം നടത്തണമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ആ കാര്യത്തിൽ ആരോടാ ചോദിക്കുന്നത്, ആരോടാ പറയുന്നത്? ആരോടാണെങ്കിലും മൈക്കുണ്ടോ 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 മൈക്കോട് മൈക്കോട് മൈക്കോട്. ഇവിടെ സുരേഷ് സൂചിപ്പിച്ചു, മണിച്ചേട്ടൻ നിർധന കുടുംബത്തിൽ ജനിച്ചു വളർന്ന മണിച്ചേട്ടൻ, ആ മണിച്ചേട്ടന്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞ 50 വർഷത്തിലേറെ കാലമായിട്ട് കസ്റ്റഡിയിലുള്ള സ്ഥലമാണിത്. 20/1 പറയുന്ന സർവേ നമ്പറിൽ ഇതുപോലെ കുടില് കെട്ടി താമസിക്കുന്ന 2-3 സെന്റിൽ താമസിക്കുന്ന ആളുകളുള്ള ഒരു പ്രദേശത്താണ് മണിച്ചേട്ടനും ഷെഡ് വെച്ചിരുന്നത്. അദ്ദേഹത്തിന് പണ്ട് അവിടെ വീടുണ്ടായിരുന്നു. ആ വീട് പൊളിച്ചു മാറ്റിയതിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അതെങ്ങനെയാണ് കയ്യേറ്റം വന്നത്? ഞാൻ കയ്യേറ്റം ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ കയ്യേറ്റമാണെങ്കിൽ നിങ്ങളുടെ റവന്യൂ വകുപ്പ് ആ കയ്യേറ്റം ഒഴിപ്പിച്ചു. മന്ത്രി തന്നെ നേരിട്ട് സബ് കളക്ടറെ വിളിച്ച് അഭിനന്ദിച്ചു. ഇങ്ങനെയുള്ള കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കേണ്ടത് പറഞ്ഞു. അത് കയ്യേറ്റം അല്ല. ചെയ്യട്ടെ, സർക്കാർ കയ്യേറ്റമാണ്, കയ്യേറ്റം ഒഴിപ്പിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ആ കാര്യത്തിൽ CPI കൃത്യ നിലപാടുണ്ട്. ആ കാര്യത്തിൽ യാതൊന്നുമില്ല. മൂന്നാറിൽ കയ്യേറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉദ്യോഗസ്ഥർ മറുപടി പറയട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, മൂന്നാറിൽ കയ്യേറ്റത്തിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? ആ കാരണം കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എന്താ കാര്യം പറയും? ലക്കണം ഗസം ലക്കം വാട്ടർഫാൾസ് ആയി, രാജമല എരവികുളം നാഷണൽ പാർക്കായി. അപ്പോഴാണ് ഈ കയ്യേറ്റവും കാര്യങ്ങളും വന്നത്. ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം. ഈ വെറുതെ ഒരു സിസ്റ്റം ഇല്ലാതെ, ഒരു അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതെ, ഒരു അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതെ, സിസ്റ്റം ഇല്ലാതെ വെറുതെ ടൂറിസം ഡെവലപ്മെന്റ് ആയതുകൊണ്ട് പ്രശ്നമാണിത്. അതുകൊണ്ടാണ് കയ്യേറ്റത്തിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് കണ്ടെത്തണം. சார், நான் உங்கள்கிட்ட தான் கேள்வி கேட்கணும். தமிழ் தெரியும்ல? மூணாறு நல்லா போயிட்டு இருக்கு. இந்த சேனல்காரங்க வந்து நான் கேட்கறது பதில் சொல்லிட்டு நீங்க கேட்கணும், கரெக்டா சொல்லணும். மூணாறுல பேர் வச்சது ஒரு ஃபாரினர் வந்து பேர் வச்சிருக்காரு, ஜோசப் டேனியல் மெனரோன்னு ஒருத்தர் வந்து பேர் வச்சிருக்காரு. பார்ட்டி கிராமன் பேர் வைக்கிறதுக்கு பத்திரக்காரங்க யார்? பார்ட்டி கிராமன் பேர் நாங்க வச்சோமா? இக்கா நகர்ன்ற பேரை பார்ட்டி. அப்ப நாளைக்கு பாவப்பட்ட மணியன்னு ஒரு குடிசையில இருக்காரு, ஐஎன்டிஎஸ் நகர்னு பேர் வைங்க, ரைட்டு. பாவப்பட்டவங்கள்ட்ட இந்த 50 ரூபாய் 100 ரூபாய் கைக்கூலி வாங்குறாங்களே கவர்மெண்ட் ஆபீசர்ஸ், அவங்கள போய் கேட்காம இங்க வந்து எங்களை நிப்பாட்டிட்டு 50 ரூபாய் கேட்டு டீ வாங்கி கொடுத்து NOC எப்படி கிடைக்குது அதை போய் பாருங்க. NOC இவ்வளவு பெரிய பில்டிங் NOC கொடுக்குறாங்களே ஆபீசர்ஸ், அவனுக்கு எங்க இருந்து கைக்கூலி வாங்குறாங்கறத പോയി സംസാരിക്കാത്തവര് പറഞ്ഞു പറഞ്ഞു. സുഹൃത്ത് കാണിച്ചായിരുന്നു കോൺഗ്രസ്സുകാരനാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട്. അതല്ല, നിങ്ങൾ 29 ദിവസം ആ കളക്ടർ ഓഫീസിന് മുമ്പിൽ എന്തിനാ കിടന്നേ? അത് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്ക്. പിന്നെ കുടിയേറ്റത്തിനെ നിങ്ങൾ ഒളിപ്പിച്ച സുഹൃത്തിനോടാണ്. കുടിയേറ്റത്തിന് കുടിൽ കെട്ടിയ ഒരാളെ ഒളിപ്പിച്ചു. അത് എന്തിനാ? റിസോർട്ട് കെട്ടിയവർ മാത്രം സ്റ്റാഫ് മെമ്മോ, വീട് വെച്ച് കുടിൽ കയറുന്ന ആള് എന്തിനാ ഒളിപ്പിക്കണേ? ഈ കളക്ടറുടെ കൂടെയാണോ? പറഞ്ഞു. നിങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ ഈ കാര്യം CPIക്ക് ഒരു നിലപാടുള്ളൂ. ഇത് കയ്യേറ്റമാണെന്ന് ഉണ്ടെങ്കിൽ അത് കളക്ടറിനെ അറിയാം, അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയാം. അതുകൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. കയ്യേറ്റമാണ് തോന്നുകയാണെങ്കിൽ അത് ഒഴിപ്പിക്കും, യാതൊരു സംശയമൊന്നുമില്ല. ഇനി അവിടെ എന്തൊക്കെ ഒച്ചുണ്ടാക്കിയിട്ട് അവിടെ കാര്യമില്ല, ആരൊക്കെ എതിർത്തിട്ടും കാര്യമില്ല. കയ്യേറ്റമാണെന്ന് തോന്നിയത് കൊണ്ടല്ലേ അവിടെ ഒഴിപ്പിച്ചിരിക്കുന്നത്, അല്ലാണ്ട് നല്ല ഭൂമി ആയതുകൊണ്ടല്ലോ. അല്ല രാജേന്ദ്ര, എല്ലാരും ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷം പറയുന്നു, എല്ലാം പറഞ്ഞ കാര്യത്തോട് യോജിച്ച് ഒരു കാര്യം താങ്കൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലും പറയാണ്. ഒന്ന്, മുതിർന്ന നേതാക്കൾ എം മണി സഖാവിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഉയർന്ന നേതാക്കളെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത പരാമർശം ഒഴിവാക്കണം. ഞാൻ പറയുന്നത്, മനോരമയ്ക്ക് ഒരു കെട്ടിടമുണ്ട്, അതിന്റെ തൊട്ടു മുമ്പിലുള്ള 2 കെട്ടിടത്തിന് സ്റ്റാഫ് മെമ്മോ കൊടുത്ത് കുടിയൊളിപ്പിച്ച് ആ കെട്ടിടക്കാരൻ ഗവൺമെന്റിന്റെ കാശ് കൊണ്ട് പണിത് തീർത്ത് അങ്ങ് അവൻ ഇറങ്ങിപ്പോയി. അവനക്ക് ഒരു നഷ്ടം ഉണ്ടായില്ല. എന്തേ ഈ മനോരമയുടെ കെട്ടിടം ഇന്ന് വരെ അത് പൂട്ടിക്കാൻ ഈ IAS കാരനെ നട്ടലില്ലാത്തത്? എന്താണ് അടിസ്ഥാനം? എന്താ കാര്യം? മറ്റൊന്ന് പറയട്ടെ, അതിന്റെ നേരെ മേളിൽ മണ്ടയ്ക്ക് ഏഷ്യാനെറ്റുകാരന്റെ ടീം മച്ചാനും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതെന്തി പൊളിക്കാത്തെ, അതെന്തി അടയ്ക്കാത്തെ? അപ്പോൾ ഞങ്ങൾ കുടിയേറ്റക്കാരെ സംരക്ഷിക്കും എന്ന് പറയുന്നതിന്റെ കാര്യത്തെ ഇവരെല്ലാം പറഞ്ഞല്ലോ. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാര്യം പറഞ്ഞല്ലോ.
ദീർഘകാലമായി കുടിയേറ്റി വന്ന ആളുകളെ സംരക്ഷിക്കാൻ മാത്രമാണ് ഞങ്ങൾ. ഒരു കാര്യം ഈ പിന്നെ പറഞ്ഞല്ലോ, ആരെങ്കിലും ഇവിടെ കയ്യേറ്റത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തോന്ന് 1972 ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ കളക്ടർ പോല് അന്ന് കോട്ടയം ജില്ലാ കളക്ടറായി. കോട്ടയം ജില്ലാ കളക്ടർ അന്നത്തെ ലാൻഡ് ബോർഡിലേക്ക് ശങ്കരൻ നാരായണൻ ഒരു കത്തെഴുതി. ഇവിടെ താമസിക്കുന്ന ആളുകൾ ഈ പ്രദേശവാസികളെ നിലനിർത്താൻ നടപടി സ്വീകരിക്കണം, കുടിയൊളിപ്പിക്കരുത് എന്നും പറഞ്ഞാണ് അന്ന് എഴുതിയത്. അതാണ് IAS കാരൻ. കുടിയേറ്റത്തിനും കയ്യേറ്റത്തിനും തിരിച്ചറിയാൻ മേലാത്ത ആളുകളും ജാട കാണിക്കുന്നവർ IAS അല്ല. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത് ഭരണത്തിൽ നിങ്ങൾ പോലീസും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഉണ്ടല്ലോ, അതിന് പകരം നിങ്ങൾ കാല് തല്ലിയൊടിക്കും, കൈ തല്ലിയൊടിക്കും, കയ്യേറ്റം ചെയ്യുക, ആളുകളെ തല്ലുക, ഭൂസംരക്ഷണ സേന. ഞാൻ പറയാം, മാധ്യമങ്ങൾ മൂന്നാറിലേക്ക് വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്ന ഒരു പ്രശ്നവും ഇല്ല. മാധ്യമങ്ങൾ ഉണ്ടാവും, എല്ലാ സൊസൈറ്റിയിലും മാധ്യമങ്ങൾ ഉണ്ടാവും. വരരുത്, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരരുത്. നിങ്ങളൊരാളെ തല്ലുമ്പോ, നിങ്ങളൊരു ഭൂസംരക്ഷണ സേനക്കാരനെ തല്ലുമ്പോ ഞങ്ങളുടെ ക്യാമറയിൽ ഉള്ളത് കൊണ്ടാണ് അത് കാണുന്നത്, ആളുകൾ കാണുന്നത്. ദൃശ്യം നിങ്ങൾ കണ്ണ് കാണുന്നതിന് മഞ്ഞപ്പിത്തം പിടിക്കരുത്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഏർപ്പാടില്ല. ഞങ്ങൾ വരുന്നവരെല്ലാം സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ IAS കാരനെ പോലും തോളത്തെ കൈയിട്ട് സംരക്ഷണമായ ആപ്പീസിൽ കൊണ്ടുവിട്ട ആളുകളാ. പക്ഷെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്താ കാണിക്കുന്നത് IAS കാരൻ കാണണം. മറ്റൊരു കാര്യം, ഇവിടെ ഒരൊറ്റ പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ 6 കാശ് കൊടുത്താണ് ഇവിടെ വന്ന് ആഴ്ചകളോളം തമ്പടിക്കുന്നത്. 6 കാശ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെലവിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളത്. എനിക്കൊരു കാര്യം, ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥരെ മാത്രമല്ല പറയുന്നത് കേട്ടോ. ഇത് നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി, മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി, ഏകദേശം റവന്യൂ വകുപ്പ് മന്ത്രി, അങ്ങനെ എല്ലാ തലങ്ങളും, സർക്കാരിന്റെ എല്ലാ തലങ്ങളും ഒരേ ഭാഷയിലും ആ ചരിത്രം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണോ 1/1/77 നിശ്ചയിച്ചത്, അതിനുശേഷം എങ്ങനെയാണോ അവസാനം പിണറായി വിജയൻ, അതല്ലല്ല 27-7 തീയതി പിണറായി വിജയൻ എന്താണോ പറഞ്ഞത്, അതിനെ കോടിയേരി അതിന് മുമ്പ് ട്രിബ്യൂണൽ കൊണ്ടുവന്നത് എന്തിനാണ് എന്നെല്ലാം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാവും. അതിന്റെ അടിസ്ഥാനത്തിൽ 27 തീയതി എടുത്ത തീരുമാനം അട്ടിമറിക്കാൻ, ഭൂമി കൊടുക്കാതിരിക്കാൻ, പട്ടയം കൊടുത്തത് നടപ്പിലാക്കാതിരിക്കാൻ, പോക്കുവരവ് ചെയ്യാതിരിക്കാൻ, റീസർവേ നടക്കാതിരിക്കാൻ, NOC ക്രമ നടപടികൾ സ്വീകരിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഇപ്പൊ അട്ടിമറിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഇത് പിന്നെ CPM അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. ഞങ്ങൾക്ക് അതിലേക്കില്ല. ഞങ്ങൾക്ക് പട്ടയം തന്നിരിക്കണം. ഭൂരഹിതരായ ജനങ്ങൾക്ക് പട്ടയം തരണം, കൈവശക്കാർക്ക് പട്ടയം തരണം. തന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഭൂമി കയ്യേറി നിങ്ങൾക്ക് ആവശ്യമായ ഭൂമി എന്നുള്ള അങ്ങനെ പറയണ്ട. UDF കാലത്തിൽ 40,000 പട്ടയം കൊടുത്തിട്ടുണ്ട്. 40,000 പട്ടയം ഇടുക്കി ജില്ലയിലെ തമാശ കൊണ്ടല്ല, ഇടുക്കിയിലെ 40,000 പട്ടയം കൊടുത്തിട്ടുണ്ട്. അതിനോട് പറയണ്ട, പറയട്ടെ. ഇടുക്കി ജില്ലയിൽ 40,000 പട്ടയം കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യം, പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് ഒരു പട്ടയം കൊടുത്തുണ്ടോ? പാവപ്പെട്ട തോട്ടം ഒരു പട്ടയം കൊടുത്തുണ്ടോ? ഇവിടെ മറയൂർ പട്ടയം കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മറയൂരിലെ പട്ടയം കൊടുത്തിട്ടുണ്ട്. ഉമ്മ അറിയോ? 50 പേർ കൊടുത്തിട്ടുണ്ട്. 50 പേർക്ക് ഇവിടെ ഒരു കാര്യം പറയാം. ഇവിടെ UDF കാലത്ത് ഒരു പ്രശ്നമില്ല. LDF കാലത്താണ് ഇവിടെ എല്ലാം മൊത്ത പ്രശ്നം. ടൂറിസം തകർക്കാൻ വേണ്ടിയാണ് UDF കാലത്ത് LDF കാലത്താണ് അജ്ഞാന കാലത്താണ് ഇടിച്ചത്. ഇപ്പൊ LDF കാലത്ത് വീണ്ടും ടൂറിസം തകർക്കാനുള്ള പരിപാടിയില്ല, തൊഴിലാളിയെ തകർക്കാനുള്ള പരിപാടിയില്ല. ആയിരക്കണക്കാണ് തൊഴിലാളി ജീവിക്കുന്നുണ്ട്. അപ്പൊ LDF കാലത്താണ് ഈ പരിപാടി. UDF കാലത്ത് ഈ പ്രവർത്തനം ഉണ്ടല്ലോ. ഇപ്പൊ നടക്കக்கூடிய ഈ കോലാഹലം മൂന്നാറെ സംബന്ധിച്ച് നടക്കக்கூடிய கோலாகலம் ஒரு சுரேஷ் குமாரும் அதே போல பழைய வைல்ட் லைஃப் வார்டனா இருந்த ஜேம்ஸ் சக்கரையா இவங்க 2 பேரும் கூடி சேர்ந்து பல പ്രകൃതി ആളുകളെയും കൂട്ടി ചേർന്ന് മൂന്നാറിലെ ടൂറിസത്തെ തകർക്കണം, വ്യാപാരം ഇല്ലാമാക്കണം, സാധാരണപ്പെട്ട ആളുകളുടെ ജീവിതം നഷ്ടപ്പെടുത്തണം ഒരു നിലപാട്ടിനെതിരെ ഒന്നടക്കം ജനങ്ങൾ ശക്തിപ്പെടണം.
ദേവികുളത്തിലെ 22 ദിവസം നടത്തിയ സമരത്തെ അതിന്റെ പ്രസക്തി ഇല്ലാതാക്കാൻ വേണ്ടി ചില IAS ഉദ്യോഗസ്ഥന്മാർ ചെയ്യக்கூடிய നടപടിക്ക് ജനങ്ങളെല്ലാം മറുപടി പറയണം. അതോടുകൂടി ഒരു കാര്യം, മണിയാസാൻ പണ്ട് INTC ബിൽഡിംഗ് ഇവിടെ ഇടിച്ച സമയത്തും ATC ഓഫീസ് ഇടിച്ച സമയത്തും മണിയാസാൻ മൂന്നാറുടെ ജനങ്ങളോടും ഈ രാഷ്ട്രീയം പാക്കാതെ നിന്ന ആളാ. ആ മണിയാസാനെ ചന്ദ്രപാല് അഡ്വക്കേറ്റ് ഒരു ബഹുമാനമുള്ള ആളുകൾ ഒരു നിലയ്ക്ക് കണ്ടത്. കൾച്ചറെ കുറിച്ച് പറഞ്ഞ സംഭവം മന്ത്രിക്കെതിരായിട്ടും ഞങ്ങൾ MLA-മാർക്കെതിരായിട്ട് പലയിടത്തുള്ള വാക്പ്രസാരത്തിലും ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ക്യാബിനറ്റിൽ പറയേണ്ട കാര്യം ക്യാബിനറ്റിൽ പറയണം, തെരുവിൽ പറയേണ്ട കാര്യം തെരുവിൽ പറയണം, അല്ലാതെ പറയുന്ന കുറിച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ക്യാബിനറ്റിൽ പറയേണ്ട കാര്യം ക്യാബിനറ്റിൽ പറയണം, തെരുവിൽ പറയേണ്ട കാര്യം തെരുവിൽ പറയണം, അത്രേ ഉള്ളൂ. ഭരിക്കുന്ന പാർട്ടിയാണ് CPM ഭരിക്കുന്ന പാർട്ടിയാണ്. നിങ്ങളിങ്ങനെ പറയുമ്പോൾ മാധ്യമങ്ങൾ നല്ല പയ്യനാന്ന് പറയുന്ന സബ് കളക്ടറിന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. വ്യക്തിപരമായ ആശയമല്ല ഈ പറയുന്ന ദേവികുളം മെമ്പറോട് സബ് കളക്ടറിന് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ 9 മണിക്ക് കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുൻപേ 9 മണിക്ക് സബ് കളക്ടർ ഒരു വണ്ടി കൊണ്ടുവന്ന് നടുറോഡിലിട്ടപ്പോൾ ഈ പറയുന്ന ദേവികുളത്തിന്റെ മെമ്പറാണ് അന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടത്. അതിന്റെ വ്യക്തിപരമാണ് സുരേഷ് കുമാറിനോട് തീർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ CPI-ക്കാര് മണിയാശാനെ കൾച്ചർ ഒളിപ്പിക്കാൻ വരണ്ട. മൂന്നാറിൽ പണിതിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാം NOC-യും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പെർമിറ്റും വാങ്ങി പണിതിരിക്കുന്ന കെട്ടിടങ്ങൾ എങ്ങനെ അനധികൃതമാകും? മൂന്നാറിൽ ഇതൊന്നും ആയിക്കൂടെ? നാട്ടിൽ കായൽ നികത്താം, അതുപോലെ തന്നെ പാടങ്ങൾ നികത്താം. മൂന്നാറിൽ ഇതൊന്നും ആകാൻ പാടില്ല. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം അനധികൃതമാണ്. റവന്യൂ വകുപ്പല്ലേ NOC കൊടുത്തിരിക്കുന്നത്? പഞ്ചായത്തല്ലേ പെർമിറ്റ് കൊടുത്തിരിക്കുന്നത്? സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ നിന്നല്ലേ ലോൺ എടുത്ത് ഈ കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുന്നത്? അതെങ്ങനെ അനധികൃതമാകും? இப்போ கழிஞ்சது எனக்கு வந்து எலெக்ஷன்ல வந்து പറഞ്ഞത് LDF வந்தா எல்லாம் சரியாகணும் പറഞ്ഞത്. LDF வந்தா எல்லாம் சரியாகணும் പറഞ്ഞിട്ട് ഒരു 5 സെന്റ് സ്ഥലം ഒരു സ്ഥലം வந்து எல்லாரும் കാണിച്ചു കൊടുത്തു. അതേക്കുറിച്ച് ഞാൻ ഓട്ടോമാറ്റിക് സംസാരിച്ചോട്ടെ. 5 സെന്റ് സ്ഥലം എല്ലാവരും കൊടുത്തു. പട്ടയം ഉണ്ട്. LDF വന്നാ എല്ലാം சரியாகணும் പറഞ്ഞു കൊടുത്തത്. LDF വന്നു എല്ലാം சரியாகணும் പറഞ്ഞു കൊടുത്തത്. 5 സെന്റ് സ്ഥലം ഉണ്ട്, പട്ടയം ഉണ്ട്, എല്ലാം ഉണ്ട്. സ്ഥലം എവിടെയാ? പട്ടയം കൊടുത്ത നിങ്ങളല്ലേ? കൊടുത്ത പട്ടയം. ഒരു കാര്യം ഇക്കാര്യത്തില് നിയമപരമായി നടപടി സ്വീകരിച്ച് രേഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭൂമി കൊടുത്തിരിക്കും. അക്കാര്യത്തിൽ ഒട്ടും സംശയിക്കണ്ട. 5 വർഷക്കാലം വെറുതെ പോയതുപോലെ ഈ ഗവൺമെന്റ് പോകില്ല. അതാണ് LDF വരും, എല്ലാം ശരിയാകും. മറ്റൊരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം പറയട്ടെ, എന്റെ പൊന്നെ പറയട്ടെ. ഇവിടെ 40,000 പട്ടയം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. 40,000 പട്ടയം 93-ലെ കൊടുത്ത പട്ടയം തിരുത്തി കൊടുത്തു എന്നുള്ളതല്ലാതെ പുതിയ പട്ടയം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ കൊടുത്ത ആളുകൾക്ക് പട്ടയം കൊടുത്തിരിക്കും. അധികാരപൂർവ്വമായിട്ട് പറയാ. ഇടുക്കി ജില്ലയിൽ 43,000 പട്ടയം കൊണ്ട് ഞാൻ അധികാരപൂർവ്വമായിട്ട് പറയാ. രേഖമുണ്ട്. അഞ്ച് സെന്റ് സ്ഥലം പേപ്പർ ഉണ്ടെങ്കിൽ സ്ഥലം കിട്ടിയിരിക്കും. സ്ഥലം കാണിച്ചിരിക്കും. അല്ലെങ്കിൽ സ്ഥലം കാണിച്ചിരിക്കും. അതിലൊന്നും ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം 27-ാം തീയതി ഞാൻ പറയുന്നത് അതാണ്. മാധ്യമങ്ങൾ മൂന്നാറിലേക്ക് കറങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതാണ്. 27-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ അവതരിപ്പിച്ച കാര്യത്തിൽ ഒരെണ്ണം കുട്ടിയാർവേലയാണ്. ആ കുട്ടിയാർവേലയിലുള്ള പ്രശ്നങ്ങൾ വേറെ ഒന്നുമില്ല. ഭൂമിക്കകത്ത് പ്രവേശിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. 5 സെന്റ് പട്ടയമോ
അസൈൻമെന്റോ വാങ്ങിച്ച് കരമൊടുക്കുന്ന ആളുകൾക്ക് ഭൂമി കൊടുത്തിരിക്കും. അക്കാര്യത്തിൽ സംശയം വേണ്ട. വലിയ ആർത്തിക്കണ്ണുകൾ ഉറ്റുനോക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനാകുമോ എന്നാണ് ദുർബലമായെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് നമുക്ക് രാഷ്ട്രീയാതീതമായി തന്നെ കാണാമെന്ന് ഈ ചർച്ചയിലൂടെ ബോധ്യമാകുന്നു. വളരെ നന്ദി. നാളെ വീണ്ടും ഇതേ സമയം കാണുന്നത് വരെ നമസ്കാരം.